പോണേ ഞാൻ എന്റെ അടുത്ത് വരാ. ഞാൻ ഇജ്ജ് പോകുന്നു വിചാരിച്ചു. ഞാൻ ഇവിടെ നിൽക്കില്ല എന്നോട്ട്. ഇജ്ജ് ഇന്നലെ വന്നില്ലേ? അപ്പൊ എന്നോട് പറയാൻ മറന്നടാ ഒരു കാര്യം. എന്താണ് കുഞ്ഞപ്പോ? എന്റെ അമ്മ വീണ്. അതിനാണ് ഇപ്പൊ ഇത്ര സന്തോഷിക്കണ്? അല്ല, അമ്മ വീണിട്ട് ഉമ്മാനെ എന്താണ് ദണ്ഡം മാറിയപ്പോ സന്തോഷിച്ചതാ. അത് ശരി. അപ്പൊ ഇന്നലെ പറയാഞ്ഞ്? 2-3 ദിവസമായി ഞാൻ മറന്നടാ. അങ്ങനെ എന്റെ ഉമ്മ മോനെ ഇമ്മ വീണിട്ടേ ഇമ്മക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. കജ്ജിന്റെ കാലിന്റെയും അവിടെ എല്ലിന്തൊക്കെ പൊട്ടിന്നുള്ളൂ. വേറൊന്നും എല്ല് പൊട്ടില്ല. അതന്നല്ലേ പറ്റല്. അത് പറ്റില്ല. പിന്നെ ചോരൊന്നും വന്നിട്ട് കണ്ടില്ലടാ. അതല്ലേ പറ്റല്. എന്നിട്ട് പറയാ എന്താ കഴിഞ്ഞിട്ട്? എന്നിട്ട് എന്തായി? ഞങ്ങൾ ചെന്ന പാട് ഉമ്മ പറഞ്ഞു എന്താ ഇമ്മ കാര്യം ചെയ്തതാവും ഇമ്മ. മന്ത്രവാദാ? അല്ലാതെ പിന്നെ കുത്രപാതാവോ? ഇമ്മ കുറച്ച് ആൾക്കാർക്ക് കണ്ണിക്കടിയല്ലേ. ഇമ്മ പയറുപണി മോനെ നടക്കല്ലേ എന്നോട് പറയാൻ പണിക്കൊക്കെ. അപ്പൊ പണിക്ക് പോകാത്ത സുബൈദാക്കും മൈമൂനാക്കും ഇവർക്കൊക്കെ അസൂയാണ്. അപ്പൊ ഉമ്മാനെ പിരാഗി തന്നെയാണ്. ഇമ്മ അറിഞ്ഞ് പിരാക്കലുണ്ടാവും. ഇമ്മാക്ക് എന്താ കൂടോത്തരം ചെയ്തിട്ടുണ്ടാവും. സംശയം എല്ലാരും സംശയമൊക്കെ ഉണ്ട്. അന്യുണ്ട് കുറച്ചൊക്കെ സംശയം. കുറച്ചുള്ളൂ. കാരണം എന്താ വെച്ചാ എന്റെ ഉമ്മ അന്നെ പറ്റി ഓരോന്ന് പറഞ്ഞൊക്കെ ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഉമ്മ അറിഞ്ഞേ ഇത് വാവാണ്ടൊക്കെ പറഞ്ഞ. അപ്പൊ വാവും ചിലപ്പോ കുറച്ച് ചെയ്തിട്ടുണ്ടാവും കൂടത്തറോന്ന്. അല്ലാതെ അന്നെ തോന്നെ സംശയമൊന്നും ഇല്ല. അതൊക്കെ കുറച്ചല്ലേ ഉള്ളൂ. എന്നോട് പറയാൻ. എന്നിട്ട് ഉമ്മ നമ്മളെ ലൈലാത്താനെ കൂട്ടി. ലൈലാത്ത പറഞ്ഞ ഏതോ സ്ഥലത്തുണ്ട് അത്ര ഒരാള് ഇതൊക്കെ മാറ്റാന് ഇമ്മാക്കെ ചെന്നപ്പോ അയാള് കണ്ട പാട് പറഞ്ഞത്ര ഇമ്മാനെ ഇങ്ങക്ക് കൂടത്തരം വെട്ടിക്കണിട്ടോ കണ്ടപാട്. അപ്പൊ ഇമ്മ ലൈലാത്താനോട് പറഞ്ഞ് നിന്റെ കൂടത്ര ഇയാൾക്ക് മനസ്സിലായില്ലേ? അയാൾ വേറെ ആരെങ്കിലും വിട്ടിട്ട് ഇവിടുന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ല, അന്വേഷിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ മോനെ എന്നോട് പറയാ അമ്മ പറയാണ് അവിടെ 5 കായ് വേണ്ട, ഒരു 100 കോഴിമുട മതി, 2 കുപ്പി വെളിച്ചെണ്ണ. 100 കോഴിമുടക്ക് എത്രയായി? 2 കുപ്പി വെളിച്ചെണ്ണ. കായ് ഒന്നും എടുക്കണില്ല. അവര് പണ്ടാറൊന്നുമില്ല സാധനം. പണ്ടാരല്ല, ഒരു പാത്രം. അതില് കായ് ഇട്ടാ മതി. 1,100 ഉറുപ്പിക ഇട്ടാ മതി. വേറെ ഒന്നും വേണ്ട. 1,500 വേറെ ഒന്നും അയാൾ അതെന്നെ മാറ്റി കൊടുക്കാന്ന് പറഞ്ഞ്. എന്നിട്ട് മോനെ പെരേക്ക് വന്നിപ്പോ ആഴ്ചയിലെ മുഖ്യോളുണ്ടല്ലോ കുറച്ച് ആൾക്കാര്. ഡോക്ടറെ കാണിച്ചുകൂടെ? എങ്ങനെ കിടക്കണം? ഡോക്ടറെ കാണിച്ചുകൂടെ? ഡോക്ടറെ കാണിക്കണ്. കൂടത്രം ചെയ്ത ഡോക്ടറെ കാണിച്ചാ മാറുമോ? കൂടത്രം മണ്ടുവോ? അല്ല കേക്ക്. അങ്ങനെ ഉമ്മാൻ്റെത് 1 മാസം 2 മാസം 4 മാസമൊക്കെ പിടിക്കും അത്ര മാറാനേ. പിന്നെ മാറാറ്റ് ഇമ്മ ഒന്നുകൂടി പോയി. അപ്പൊ ഓര് പറഞ്ഞ് കൂടത്ര മൂത്തിക്കണത്ര. മാറാത്തത് കജ്ജി കടച്ചിലൊക്കെ അതത്ര മാറാത്തത്. അങ്ങനെ എന്നോട് പറയാന് മാമ വന്നിന് പെരേക്ക്. മാമ വന്നപ്പോ ഉമ്മാനെ ചീത്തോണ്ട് ചീത്ത. ഈ ഭാഗത്തോ ഇജ് മര്യാദക്ക് ആസ്പത്രിക്ക് പോയിക്കോ താത്ത. അല്ലെങ്കിൽ എന്റെ ഒരു കൂടത്രോന്ന്. ഏതാ എന്റെ മാമേ? അമ്മായി മാമന്റെ മാമി ചെയ്തിട്ടുണ്ടാവോ കൂടത്രോ? മാമനക്ക് അറിയില്ലല്ലോ. അപ്പൊ ഉമ്മ അറിയാളാ ഓനൊരു പാവാണ്, ഓനക്ക് അറിയില്ല ഓള് ചെയ്തത്. അങ്ങനെ മാമ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട് അവളെ ഡോക്ടറെ കാണിച്ച്. ഡോക്ടറെ കാണിച്ചപ്പോളേ ബച്ചായി മാറി. അപ്പൊ തന്നെ ഉമ്മ പറയാലോ അത് ആ മന്ത്രവാദിനെ കാണിച്ചപ്പോ മാറാനായിട്ട്. അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ അപ്പാട് മാറിയത്, അല്ലാതെ ഡോക്ടറെ കാണിച്ച് മാറിയൊന്നല്ല. മന്ത്രവാദിനെ കാണിക്കുകയാണെങ്കിൽ കാലാകാലം മാറാനായിട്ട്. മാമ ഡോക്ടറെ കാണിച്ചപ്പോ ആ ഡോക്ടർ ആയിന്നുള്ളൂ, അല്ലാതെ ഡോക്ടറെ കാണിച്ചോണ്ട് മാറിയതല്ല. കുഞ്ഞപ്പോ മന്ത്രമൊന്നുമില്ല. മന്ത്രവാദിനെ കാണിച്ചപ്പോ മാറിയതാന്ന് ഉമ്മ പറഞ്ഞെടുക്കുന്ന എല്ലാരോടും. പേരിനൊന്നും അങ്ങോട്ട് പോവുകയും ചെയ്ത്. കോഴിമുടൊക്കെ പോയില്ലേ? ചെലവില്ലേ? 100 കോഴിമുടായിരുന്നു. പിന്നെ 1,100 ഉറുപ്പിക അതൊക്കെ അവിടെ കൊടുത്ത്. പിന്നെ 2 പാക്കറ്റ് വെളിച്ചെണ്ണ കുപ്പി ഇമ്മാനോട് അറിയുന്നോ. എന്നിട്ട് അതന്നെ 2,500 രസോ. പിന്നെ മാമ എന്താ പ്രഷർ പരിശോധിച്ചപ്പോ പ്രഷർ കൂടിയാത്ര. അത് ശരി. പറയാ കൂടത്തരം ചെയ്തപ്പോ പ്രഷർ കൂടിയാന്ന് എന്തോ പറഞ്ഞിട്ട് ഉമ്മാക്ക് വിശ്വാസമാണില്ല. മാമൻ പറയാളാ ഈ ഭാഗത്തുവാ
അന്നെ പോലത്തെ കുറെ ആൾക്കാരുണ്ട്. എന്ത് പറഞ്ഞാലും നിങ്ങൾ അതിന്റെ അടിമായി പോയി നിങ്ങളോട് ഇനി എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കൂല. നിങ്ങൾ അയിമ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഉമ്മ അറിയാളാ, ഞാനും അതിനൊന്നും പോകണില്ലടാ, ഞാനൊന്നും പോകണില്ലടാ. ഇത് മാമൻ പറയുമ്പോ പോയപ്പോ പറയാളാ, ഓനാരെ എന്നെ ഉപദേശിക്കാന് ഓന്റെ ഭാര്യ തന്നെ ചെയ്തിണ്ടാവും, ഓനക്ക് അറിയില്ലല്ലോ. എന്നിട്ട് ഓനെ ഉപദേശിക്കാൻ വന്നിട്ടുണ്ട്. മാമന്റെ മുന്നിൽ അങ്ങനെ പറഞ്ഞു. അന്നത് കണ്ടപ്പോ അവരോട് പറയാൻ വന്നതാ. ശരി, അന്ന് ഞാൻ കേട്ട് അന്നു പോയിക്കൊന്നാ. ആയിക്കോട്ടെ.